എങ്ങനെയാണ് ശ്വസിക്കുന്നതെന്ന് വളരെ സിമ്പിൾ ആയിട്ടൊരു എക്സ്പെരിമെന്റിലൂടെ കാണിച്ചു തരാം. ഇത് നമ്മളെ നെഞ്ചും കൂടെ ആയിട്ട് കരുതുക. ഫ്രണ്ടിൽ ഈ ഫ്ലാറ്റ് ആയിട്ടുള്ള നമ്മളിങ്ങനെ തൊട്ട് വെക്കുമ്പോൾ ഫ്ലാറ്റ് ആയിട്ടുള്ള ബോണാണ് സ്റ്റേണോ എന്ന് പറയുന്നത്. ബാക്കിൽ നിന്നുണ്ട് നമ്മുടെ നട്ടലുണ്ട്. ഈ നട്ടലിനെയും ഫ്രണ്ടിലെ ചെസ്റ്റ് ബോണിനെയും കൂടെ കണക്ട് ചെയ്തുകൊണ്ട് റിബുകളുണ്ട്, വാരിയലുണ്ട്, വാരിയലിന്റെ ഇടയിൽ മസിൽ ഉണ്ട്, ഫ്ലോർ എന്ന് പറയുന്നതായിട്ട് ഡയഫ്രം എന്ന് പറയുന്ന ഒരു പാർട്ടുണ്ട്. ഈ ഡയഫ്രത്തിൽ മസിലുകളുണ്ട്. ഇതിനുള്ളിൽ ഈ ഒരു ബലൂണെ നമ്മളെ ലങ്സ് ആയിട്ട് കരുതുക. നമുക്ക് എപ്പോഴാണോ ശ്വസിക്കേണ്ടത് ബ്രെയിനിൽ നിന്നുള്ള മെസ്സേജസ് ഈ മസിലുകളിലേക്ക് ചെല്ലും. അതിന്റെ ഭാഗമായിട്ട് മസിലുകൾ ചുരുങ്ങും. നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കാൻ നേരം നമ്മൾ നെഞ്ചിന്റെ വിരിവ് കൂടുന്ന കണ്ടിട്ടില്ലേ? അത് ഈ മസിലുകൾ ചുരുങ്ങിയതിനു ശേഷം ഈ റിബുകളെ പിടിച്ച് പുറത്തേക്ക് വലിക്കുന്നതാണ്. അതിന്റെ ഒപ്പം തന്നെ ഈ ഡയഫ്രത്തിന്റെ മസിലുകൾ ഡയഫ്രത്തിനെ പിടിച്ച് താഴേക്ക് വലിക്കും. അതിന്റെ എല്ലാം കൂടെ ഭാഗമായിട്ട് ഉള്ളിലെ സ്പേസ് കൂടും, പ്രഷർ കുറയും. പുറത്തെ എയറിന് പ്രഷർ കൂടുതലാണ്. അപ്പൊ പ്രഷർ കൂടിയ എയർ പ്രഷർ കുറഞ്ഞ എയറിലേക്ക്, പ്രഷർ കുറഞ്ഞ ലങ്സിലേക്ക് വന്ന് ഫില്ല് ചെയ്യും. നോക്കൂ, ഞാൻ ഈ ഡയഫ്രത്തെ പിടിച്ച് താഴേക്ക് വലിക്കുകയാണ്. അപ്പൊ ഈ ബലൂൺ വീർത്തു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലെ വോളിയം കൂടി, പ്രഷർ കുറഞ്ഞു. അപ്പൊ പുറത്തുള്ള പ്രഷർ കൂടിയ എയർ ഈ ബലൂണിലേക്ക് വന്ന് നിറഞ്ഞു. നമുക്ക് എപ്പോഴാണോ തിരിച്ച് ഉള്ളിലെ എയർ പുറത്തേക്ക് കളയേണ്ടത് ആ സമയത്ത് മസിലുകളെല്ലാം റിലാക്സ് ചെയ്ത് പഴയ സ്റ്റേറ്റിലേക്ക് പോകും. ഉള്ളിലെ എയറിന് തള്ളി പുറത്തേക്ക് വിടും. ഈ ഉള്ളിൽ കയറിയ എയറിനകത്ത് ഓക്സിജൻ ഉണ്ട്. ഈ ഓക്സിജൻ നമ്മളെ ബ്ലഡിലേക്ക് കലരും. ബ്ലഡിനകത്തുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഈ എയറിനകത്തേക്ക് കലരും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ശ്വസിക്കുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ്. 2 ബലൂൺ, ഒരു കുപ്പി, ഒരു സ്ട്രോയും ഉണ്ടെങ്കിൽ സ്കൂളിലേക്ക് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു സയൻസ് എക്സ്പെരിമെന്റ് ആണ്.